ഇതൊരു ചെറിയ വീഡിയോ സ്റ്റോറിയാണ്. എന്നാലും കാര്യം അത്ര ചെറുതല്ല. നമ്മുടെ ഒരു മുൻ മന്ത്രി, അദ്ദേഹം കോൺഗ്രസിൻ്റെ മുൻ മന്ത്രി, ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ പ്രധാന വകുപ്പിലിരുന്ന മന്ത്രി കെ ബാബു MLA മന്ത്രി, അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ ഇപ്പോൾ ED കണ്ടുകെട്ടി. കഴിഞ്ഞ ദിവസം ഞങ്ങൾ അതിനെപ്പറ്റി ഒരു സ്റ്റോറി ചെയ്തതാണ്. അനധികൃത സ്വത്ത് സമ്പാദനത്തിൻ്റെ ഭാഗമായിട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ED കെ ബാബു MLA, നിലവിൽ തൃപ്പൂണിത്തുറ MLAയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിരിക്കുകയാണ്. അതായത് അഴിമതി നടത്തി പണം സമ്പാദിച്ചു എന്ന കേസ് തെളിവ് സഹിതം ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കെ ബാബു MLA 2011 ഇലക്ഷൻ സമയത്ത് കൊടുത്ത സത്യവാങ്മൂലം, ഇലക്ഷൻ കമ്മീഷന് കൊടുത്ത സത്യവാങ്മൂലം എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ വരുമാനം ആദായ നികുതി പരിധിയിൽ പോലും വരില്ല. വെറും പാവം ഒരു കോൺഗ്രസ്സുകാരൻ. ആദായ നികുതി പോലും അടയ്ക്കാനുള്ള വരുമാനം അദ്ദേഹത്തിനില്ല എന്നാണ് 2011 അദ്ദേഹം കൊടുത്ത സത്യവാങ്മൂലം, അഫിഡവിറ്റ് ഇലക്ഷൻ കമ്മീഷന്. ഇതേ പാവം കെ ബാബു MLA പാവം മന്ത്രിയായി കഴിഞ്ഞിട്ട് 2011 വെറും പാവമായിരുന്ന, സാമ്പത്തികമായിട്ട് ആദായ നികുതി പോലും അടയ്ക്കാൻ വരുമാനമില്ലാതിരുന്ന പാവം കെ ബാബു MLA 2021 ആയപ്പോഴേക്കും കോടീശ്വരനായി മാറി. ഈ കോടീശ്വരനായി മാറിയതിൻ്റെ അനധികൃത സ്വത്ത് സമ്പാദനം കണ്ടെത്തിയിട്ടാണ് ED ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിരിക്കുന്നത്. ഇതേപ്പറ്റി എന്താ മാപ്രകൾക്ക് ചർച്ചയില്ലാത്തത്? കോടിയേരിയുടെ മകനെ പറ്റി എന്തായിരുന്നു ആഘോഷം? ബിനീഷ് കോടിയേരിയെ പറ്റി. AC മൊയ്തീൻ്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടി എന്ന് പറഞ്ഞ് എന്തായിരുന്നു ആഘോഷം? എന്താ ഇതേപ്പറ്റി ചർച്ചയില്ലാത്തത്? ഞങ്ങൾക്ക് കെ ബാബുവിനോട് വിരോധമൊന്നുമില്ല. പക്ഷെ വെറും ഒരു പാവമായ കെ ബാബു, മുൻ മന്ത്രി, ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ മന്ത്രി, തൃപ്പൂണിത്തുറ MLA, ഈ കാലയളവിൽ 10 കൊല്ലം കൊണ്ട് 2011 വെറും പാവം ആദായ നികുതി അടയ്ക്കാത്ത ഒരു MLA 2021 എങ്ങനെയാണ് കോടീശ്വരനാവുന്നത്? ഇതിനുള്ള വരുമാനം എവിടെ നിന്നുണ്ടാക്കി? ഈ സ്വത്ത് എങ്ങനെയുണ്ടാക്കി? ഇതേപ്പറ്റി ഈ പൊതുസമൂഹം, നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യണ്ടേ? എന്താ ചർച്ച ചെയ്യാത്തത്? എല്ലാം ദൈവകൃപ കൊണ്ടുണ്ടായ സ്വത്താണ് ഇതൊക്കെ. ദൈവകൃപ കൊണ്ടാണ് എനിക്ക് ഈ സ്വത്തുക്കളെല്ലാം ഉണ്ടായത് എന്നങ്ങ് സമാധാനിക്കാം. മാപ്രകൾക്ക് സമാധാനിക്കാം. നിങ്ങളുടെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഓരോ ചീഞ്ഞു നാറുന്ന ഓരോ അധ്യായങ്ങളും ഓരോ ദിവസവും ലെഫ്റ്റ് റൈറ്റ് ന്യൂസ് പുറത്തു കൊണ്ടുവന്നുകൊണ്ടിരിക്കും. ഇത് ഇലക്ഷൻ കാലമാണ്. ലോക്സഭ ഇലക്ഷൻ വരാൻ പോവുകയാണ്. നിങ്ങൾ എന്തൊക്കെയാണ് കളിക്കാൻ പോകുന്നതെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾ കളിക്കുന്ന ഓരോന്നിനെതിരെ ഞങ്ങളുടെ ലെഫ്റ്റ് റൈറ്റ് വോയിസിൽ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞങ്ങൾക്ക് തെറ്റുപറ്റിയാൽ ഞങ്ങൾക്ക് സമ്മതിക്കാനും ഒരു മടിയില്ല, ഒരു സംശയവും വേണ്ട. ഞങ്ങൾ ഇന്നലെ പറഞ്ഞ സ്റ്റോറി, PV അൻവർ നിയമസഭയിൽ ഉന്നയിച്ച കാര്യങ്ങൾ, VD സതീഷിനെതിരെ, ഇപ്പം കെ ബാബുവിൻ്റെ സ്റ്റോറി, അവരെ കോടിയേരിയുടെ മകനെ ബിനീഷ് കോടിയേരിക്ക് ജാമ്യം റദ്ദാക്കാൻ 4 കൊല്ലം കഴിഞ്ഞിട്ട് സുപ്രീം കോടതി പോയ EDയുടെ ചെവിക്ക് സുപ്രീം കോടതി പിടിച്ചത്. ഇങ്ങനെ ഓരോരോ വിഷയങ്ങളുണ്ട്. ആ ഓരോരോ വിഷയങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്യും. അത് നിങ്ങൾക്ക് സുഖിക്കത്തില്ല എന്ന് ഞങ്ങൾക്കറിയാം, നിങ്ങൾക്കത് ഇഷ്ടപ്പെടില്ല എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഇഷ്ടമില്ലാത്തതും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ് ഒരു മാധ്യമധർമ്മം എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ ഓരോ സ്റ്റോറിയും ചെയ്യുന്നത്. അടുത്തത് വരട്ടെ, അടുത്തത് പറയാം.